ഗുരുവിൻ്റെ ആഹാരം. ഇപ്പോൾ ഗുരു മാംസം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ മാംസാഹാരത്തെ എതിർക്കുന്ന ആളുകളുണ്ട്. ഇന്ന് വിവേകാനന്ദ സ്വാമി വരെ മത്സ്യമാംസാഹാരം കഴിച്ചിട്ടുണ്ടായിട്ട് പറയുന്നുണ്ട്. സിദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു സാന്നിധ്യം, ദേവതകളുടെ സാന്നിധ്യമൊക്കെ അവർക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നാണ് ഈ മലയിൽ നമ്മൾ ഇരിക്കുന്ന ഇടങ്ങളിൽ. ഈ മലയിൽ അതെ. അതായത് എൻ്റെ പുറകിൽ കാണുന്നത് ശ്രീനാരായണ ഗുരുവും അതേപോലെ തന്നെ ബാലമുരുകനും രണ്ടുപേരും. ഇന്ന് നമ്മളിരിക്കുന്ന ഈ പാറയിൽ വരെ ഗുരുദേവന്റെ പാദസ്പർശം ഉണ്ടായിരിക്കും. ഗുരുവൊക്കെ അവിടെ ഇരുന്ന് ഒരുപാട് ധ്യാനിച്ചിട്ടുള്ളതാണ്. അപ്പൊ വരുന്ന ആളുകള് ഈ തത്വമസി എന്ന് ഗുരു ഉപദേശിക്കുമ്പോൾ ആ ശിഷ്യൻ അത് ഉൾക്കൊള്ളുന്ന എങ്ങനെയാണ്? അഹം ബ്രഹ്മാസ്മി എന്നാണ്. ആ തലത്തിലേക്ക് നമ്മളെ തടസ്സപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യങ്ങളാണ്. ഷഡ്വൈരികൾ എന്ന് പറയും. കേരളത്തിൽ നമുക്കിപ്പോൾ ഈ ആത്മോപദേശ ശതകം, ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം, കേരളത്തിൽ ആര് ഉപനിഷത്ത് ക്ലാസ് എടുത്താലും, ഗീത ക്ലാസ് എടുത്താലും, ബ്രഹ്മസൂത്രം ക്ലാസ് എടുത്താലും ഇത് കോട്ട് ചെയ്യാതെ പറ്റത്തില്ല. പക്ഷെ പലരും ബോധപൂർവം കോട്ട് ചെയ്യത്തില്ല. കാരണം അങ്ങനെ വരുമ്പോൾ ഗുരു എല്ലാവരും സമ്മതനായിട്ട് വരുമല്ലോ. അപ്പോൾ ഒരിക്കൽ ഹിമാലയത്തിൽ നിന്നും കുറച്ച് സ്വാമിമാർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുത്തിയത് ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ്. അപ്പോഴാണ് അവിടെ ഇരുന്ന മലയാളികളും ഈ സ്വാമിമാർ ഉൾപ്പെടെ ഗുരു ഇങ്ങനെയൊക്കെ കൃതി എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് നമ്മൾ ഗുരുവിൻ്റെ ഈ അപൂർവതകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ മാത്രമേ ഈ ഒരു മാനസികാവസ്ഥ മാറുള്ളൂ. അതാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഈ വളർന്നു വരുന്ന തലമുറ, ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഈ സമൂഹം അങ്ങനെയാണ്. അപ്പോൾ ചെറുപ്പക്കാർക്ക് മാത്രമേ മാറി ചിന്തിക്കാൻ പറ്റുള്ളൂ, അവർക്ക് മാത്രമേ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വിവേകാനന്ദ സ്വാമിയൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ നമുക്ക് അത്രയും എനർജി വേണം. അപ്പോൾ ഒരു യുക്തിവാദിക്ക് ഒരുപക്ഷെ ഇത് മനസ്സിലാവും, കാരണം അവൻ അത്രയും ചിന്തിക്കുന്നുണ്ട്. വെറും ഒരു ഭക്തന് മനസ്സിലാകത്തില്ല, കാരണം അവൻ ചിന്തിക്കുന്നില്ല. ഏത് മതത്തിലുള്ള ഭക്തനെ നോക്കിയാലും അവൻ ചിന്തിക്കാത്തവനായിരിക്കാം. അവനിങ്ങനെ പള്ളിയിൽ പോകുന്നു, അമ്പലത്തിൽ പോകുന്നു, മോസ്കിൽ പോകുന്നു എന്നുള്ളതല്ലാതെ ഇത് എന്തിനാണെന്ന് അവൻ ചിന്തിക്കുന്നില്ല. ഒരു യുക്തിവാദി അങ്ങനെയല്ല. അവൻ ഒരു പരിധി വരെ അവൻ്റെ യുക്തി അന്ധവിശ്വാസമുണ്ട്, പക്ഷെ ഒരു പരിധി വരെ അവൻ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു യുക്തിയും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവണം. ഭഗവത്ഗീതയിൽ സൂചിപ്പിക്കും, ഞാനിതൊക്കെ പറഞ്ഞെങ്കിലും നിൻ്റെ യുക്തിക്കും അനുഭവത്തിനും യോജിച്ചാൽ മാത്രം നീ സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവനും അത്രമാത്രം യുക്തിയുക്തമല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ജാതിയെക്കുറിച്ച് ഗുരു സംസ്കൃതത്തിലും മലയാളത്തിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ. മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്നാണ് മലയാളത്തിൽ പറഞ്ഞ് പുണർന്ന് പെറും എല്ലാം ഒരിനം. അപ്പോൾ ഇതിലും സയൻറ്റിഫിക്കായിട്ട് എങ്ങനെയാണ് ആർക്കാ പറയാൻ പറ്റുന്നത്? എന്നിട്ട് നമ്മളത് കേട്ടില്ല കണ്ടില്ല എന്ന് വെച്ച് നടക്കാം. അത് നമ്മുടെ കുറ്റം. അതുകൊണ്ട് ഗുരുവിനെ മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു പക്വത കൂടി നമ്മൾ നേടണം. എങ്കിൽ മാത്രമേ ഗുരു ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം പറയുമ്പോൾ ഇപ്പോൾ ഗുരുവിൻ്റെ ആഹാരം, ഇപ്പോൾ ഗുരു മാംസം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ മാംസാഹാരത്തെ എതിർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഗുരു ഇതിനെല്ലാം എതിരായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അതിൻ്റെയൊക്കെ ഒരു യാഥാർത്ഥ്യം എന്താണ്? ഭക്ഷണത്തെക്കുറിച്ച് സാത്വികമായിട്ടുള്ള ആഹാരം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികമായിട്ട് പോകുന്നവരും, പിന്നെ ബോഡി, നമ്മുടെ പൊതുവെ മനുഷ്യൻ്റെ ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് വെജിറ്റബിൾ സിസ്റ്റം. അപ്പോൾ അത് പിന്നീട് അവനിങ്ങനെ എല്ലാം കഴിച്ച് അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഒരു സംഭവം ഉണ്ട് അവന്. പക്ഷെ എങ്കിലും നമ്മുടെ സിസ്റ്റം, നമ്മുടെ പല്ലിൻ്റെ ഘടന, ദഹനരസം, നമ്മുടെ കുടലിൻ്റെ നീളം, ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് സസ്യാഹാരമാണ്, നല്ല വെജിറ്റബിളാണ്. കാരണം നമ്മുടെ കുടലിന് തന്നെ 32 അടി നീളമുണ്ട്. പക്ഷേ മാംസം കഴിക്കുന്ന മൃഗത്തിന് 32 അടിയുള്ളൂ, 28 അടിയുള്ളൂ, നീളം കുറവാണ്. അപ്പോൾ ഇത് തന്നെയല്ല, അതിൻ്റെ പല്ലൊക്കെ കോമ്പല്ലുകളാണ്, അത് ചവച്ചരയ്ക്കുന്നില്ല, അത് വലിച്ച് കീറി കഴിക്കുകയാണ്. അതിന് ദഹനരസം ഭയങ്കര കൂടുതലാണ്, പവർഫുള്ളാണ്. അപ്പം നമ്മുടെ ദഹനരസം അങ്ങനെയല്ല. അപ്പോൾ ഇതനുസരിച്ച് വേസ്റ്റൊക്കെ വെളിയിൽ പോകണം. അപ്പോൾ അങ്ങനെ പോയില്ലെങ്കിലും അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് അസുഖങ്ങളുണ്ടാകുന്നു. അപ്പോൾ അതുകൊണ്ട് പൊതുവേ സാധകന്മാരായിട്ടുള്ളവർ വെജിറ്റബിൾ സിസ്റ്റത്തിലാണ്. അധികം ഉപ്പ്, എരിവ്, പുളി ഒന്നുമില്ലാത്ത ഭക്ഷണമാണ് ഈ പറയുന്നത്. ഒരുപാട് പഴക്കമില്ലാത്ത, അതായത് ഒരു യാമം കഴിഞ്ഞിട്ടുള്ളത് താമസികമായിട്ടുള്ള ഫുഡാണെന്നാണ് പറയുന്നത്.
ഇപ്പോൾ ഗുരു അവധൂതനായി സഞ്ചരിക്കുന്ന കാലത്ത് മീനൊക്കെ കഴിച്ചായിട്ട് ഉണ്ട്. കാരണം പോകുന്ന സ്ഥലത്ത് എന്ത് കിട്ടുന്നു നടന്നു പോവാണ്, ആരും അറിയില്ല. അപ്പം അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് കിട്ടുന്നത് കഴിക്കുന്നു. എനിക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ, കിട്ടുന്നത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ അത് അവധൂത കാലഘട്ടത്തിൽ മാത്രമാണ്. പിന്നീട് നമ്മളതെങ്ങും അറിയുന്നില്ല. രാമകൃഷ്ണ ആശ്രമത്തിൽ ഇപ്പോഴും ബേലൂർ മഠത്തിൽ അവർ ഇപ്പോഴും മത്സ്യമാംസം കഴിക്കുന്നുണ്ടല്ലോ. ആ, അപ്പോൾ അത് ആശ്രമമാണ്. അപ്പോൾ കൽക്കട്ടയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ 2 പങ്കത്തുണ്ട്, 2 സെക്ഷനുണ്ട്. ഈ ദേവി ഉപാസകന്മാരായിരുന്നു നമ്മുടെ രാമകൃഷ്ണനൊക്കെ. അപ്പോൾ ദേവിക്ക് നിവേദിക്കുന്നത് കാളിയാണല്ലോ. അവിടെ ആടിനെയൊക്കെ വെട്ടിയാണെന്ന് ചോദിച്ചത്. അപ്പോൾ അതൊക്കെ അവർ കഴിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ബ്രാഹ്മണനല്ലായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോഴും ദേവിക്ക് കൊടുക്കുന്ന രീതിയിൽ അവിടെ അത് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ടല്ലോ. ബംഗാളികൾക്ക് പൊതുവെ മീൻ വേണം. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം വിവേകാനന്ദ സ്വാമി വരെ മത്സ്യമാംസാഹാരം കഴിച്ചിട്ടുണ്ടായിട്ട് പറയുന്നുണ്ട്. അതെ, വിവേകാനന്ദ സ്വാമിയൊക്കെ ക്ഷത്രിയ ഇതിൽ വരുന്നതാണ്. അപ്പോൾ സ്വാമി നല്ല ഇത് കഴിക്കുമായിരുന്നു. പിന്നീട് അവസാനമൊക്കെ ആയപ്പോൾ അതൊക്കെ നിർത്തിക്കണം. കാരണം സാധനയുടെ വേറൊരു തലത്തിലേക്ക് വരുമ്പോൾ അതെല്ലാം നിർത്തിക്കണം. അപ്പം അതുകൊണ്ട് അത് കഴിച്ചത് കൊണ്ട് മാത്രം, അല്ല കഴിക്കാതിരുന്നുകൊണ്ട് മാത്രം അവൻ ദിവ്യനാണെന്നോ സാധനയിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മുടെ മനസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു തീവ്രത എപ്രകാരമാണ്. നമുക്കൊരു സാക്ഷാത്കാരം വേണം. അതിന് മറ്റെന്തൊക്കെ നമ്മൾ ഒഴിവാക്കണം. നമ്മുടെ മനസ്സിന് നമുക്ക് ഒരു പ്രത്യേക ഇതിൽ കൊണ്ടുവരണം. ബുദ്ധിക്ക് തെളിച്ചുകൊണ്ടാവണം. അപ്പോൾ അങ്ങനെയൊക്കെ വരണമെങ്കിൽ ഈ രീതിയിൽ നമ്മുടെ ഉപനിഷത്ത് മഹർഷിമാർ പറഞ്ഞ രീതിയിലുള്ള സാത്വികമായിട്ടുള്ള ആഹാരമാണ് സഹായകരമായി. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അംശമാണ് പ്രാണൻ. സ്ഥൂലമായിട്ടുള്ളതാണ് നമ്മുടെ ശരീരം. അപ്പോൾ ഈ സൂക്ഷ്മമായിട്ടുള്ള പ്രാണൻ്റെ സ്വഭാവവും മറ്റേതുമായിട്ട് കണക്ട് ചെയ്ത് വരും. അപ്പോൾ സാത്വികമായിട്ട് വരുമ്പോൾ അത് മൈൻഡ് ആ ഒരു വലിയ ചാട്ടവും ബഹളവും കാര്യങ്ങളൊക്കെ നിൽക്കും, നാച്ചുറലായിട്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മെഡിറ്റേഷനിലൊക്കെ ഇരിക്കുമ്പോൾ ഈസി ആയിട്ട് മൈൻഡിന് ആ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നമ്മുടെ ബുദ്ധിക്കും ആ ഒരു തെളിച്ചുണ്ടാവുന്നത്. അതാണ് അതിൻ്റെ കാര്യം. മറ്റൊരു സംശയം കൂടെ, ഇപ്പോൾ നമ്മൾ കയറി വന്ന സാഹചര്യത്തിൽ സ്വാമി തന്നെ പറഞ്ഞിരുന്നു ആ മലയുടെ അപ്പുറത്തേക്ക് കാണുന്നത് ഒരു മുരുകൻ്റെ ക്ഷേത്രമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു മുരുകൻ്റെ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ടായതുകൊണ്ടാണോ മുരുകൻ പ്രത്യക്ഷമായത്? അതെ, നമുക്ക് അങ്ങനെ പറയാം. കാരണം മുരുകൻ്റെയൊക്കെ ഒരു സാന്നിധ്യം ഇവിടെ ഈ മലയിൽ ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ ഗുരുക്കന്മാർക്ക് അത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ പൗർണമി, എല്ലാ പൗർണമിക്കും ഇവിടെ പലപ്പോഴും പല സാധകന്മാർ വന്ന്, ഇപ്പോൾ ഇത് ക്ഷേത്രമൊക്കെ വരുന്നതിന് മുൻപും ഇവിടെ വന്ന് മെഡിറ്റേഷൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ സിദ്ധന്മാരായിട്ടുള്ള ആളുകളുടെ ഒരു സാന്നിധ്യം, ദേവതകളുടെ സാന്നിധ്യമൊക്കെ അവർക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഈ മലയിൽ. അതെ. അപ്പോൾ തന്നെയുമല്ല, ഈ അരിയുപ്പുറം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പിന്നീട് എൻ്റെ ഒരു അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ അനുസരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും കുറച്ച് ക്ഷേത്രങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് ഈ മുരുകക്ഷേത്രം ഇതിവിടെ ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്നുള്ളതാണ്. പിന്നെ നമ്മൾ അരിപ്പുറം ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നൊരു മലയിൽ ഗണപതി ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ വേറെ ആളുകളുടെ കയ്യിലാണ്. പിന്നെ ഇവിടെ ഗുരു അന്ന് ഇവിടെ വരുമ്പോൾ ഒരു ക്ഷേത്രത്തിലെ ആളുകളെ കയറ്റാതിരിക്കുകയും ഇതൊക്കെ എറിഞ്ഞു കൊടുത്തു എന്ന് പറയുന്ന ഒരു കഥയുള്ള ആങ്കോട് ക്ഷേത്രം, കുറച്ച് ദൂരമാണ് ആ ക്ഷേത്രം. പിന്നെ ഇവിടെ അടുത്ത് തന്നെ തത്തമലയിലൊരു ശിവൻ്റെ ക്ഷേത്രം, വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. വിഷ്ണു ശിവലിംഗം മടിയിൽ വെച്ച് പൂജിക്കുന്ന രീതിയിലുള്ള ഒറ്റക്കല്ലിലുള്ള പഴയൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഇതൊക്കെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ഈ അരിയപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ക്ഷേത്രങ്ങളാണ് എന്ന് ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. തന്നെയല്ല, നമ്മുടെ അരിയപ്പുറം ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്തിന് പണ്ട് പറഞ്ഞിരുന്ന പേര് ശങ്കരൻ കാട് എന്നാണ്. ശങ്കരൻ കാട്, ആ സ്ഥലത്തിന് ശങ്കരൻ കാട് എന്ന് പറയാം. അപ്പോൾ ശങ്കരൻ എന്ന് പറയുന്നത് ശിവനാണ്. അപ്പോൾ അവിടെ പണ്ടേ അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിരുന്നിരിക്കണം. പിന്നെ അവിടെ ഈ വാവൂട്ട് യോഗം, അവിടെ ആളുകൾ ഗുരു വരുന്ന സമയത്തും അതിനു മുമ്പും ആളുകൾ ബലിയിടാൻ വേണ്ടിയിട്ട് അവിടെ വരുമായിരുന്നു. ഈ പറഞ്ഞ സ്ഥലത്ത് ആ കടവിലിറങ്ങിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏതോ പണ്ട് തന്നെ ഒരു ദിവ്യമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കേതമായിരുന്നിരിക്കണം. അതുകൊണ്ട് ഗുരുവിൻ്റെ ആ ഒരു ദിവ്യശക്തിയിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ മെഡിറ്റേഷനിലൊക്കെ ഗുരുവിന് അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവാം. മറ്റൊരു സംശയം കൂടെ, ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ശാന്തതയുള്ളൊരു അന്തരീക്ഷമാണ്, അധികം ആളുകളോ മറ്റൊന്നുമില്ല. സാധാരണയായിട്ട് ഇപ്പോൾ ഇവിടെ ഗുരുദേവനും മുരുകനും തമ്മിൽ ഒന്നിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു പാറയുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളെല്ലാം വളരെ ആളുകൾ വന്ന്, ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഗുരുദേവൻ്റെ ശിഷ്യഗണങ്ങൾ അല്ലെങ്കിൽ ഗുരുദേവനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നത്? അത് നമ്മൾ തപോഭൂമിയെ പരമാവധി ആ രീതിയിൽ തന്നെ നമ്മൾ നിലനിർത്തുക എന്നുള്ളതാണ്. അതിന് ഡിസ്റ്റർബൻസ് ഇല്ലാതെ. ഇപ്പോൾ ഒരു മുരുകൻ്റെയും ഗുരുവിൻ്റെയൊക്കെ ഒരു വിഗ്രഹം നമ്മളവിടെ ഉണ്ടാക്കി വെച്ചാൽ വരുന്ന ആളുകൾ അതൊരു കൗതുകത്തോട് കാണാം. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല. അതിലൂടെ നമ്മളിരിക്കുന്ന ഈ പാറയിൽ വരെ ഗുരുദേവന്റെ പാദസ്പർശം ഉണ്ടായിരിക്കും. ഗുരുവൊക്കെ അവിടെ ഇരുന്ന് ഒരുപാട് ധ്യാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വരുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ധ്യാനിക്കുക. കാരണം നമ്മൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമുക്കറിയുന്നത് നമ്മുടെ പോരായ്മകൾ, നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ബുദ്ധിയുടെ ചാബല്യങ്ങൾ എല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ കുറച്ച് നേരം ദിവസവും നമ്മളൊരു 5 മിനിറ്റോ 10 മിനിറ്റോ സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ മാത്രം ഇവിടേക്ക് അത് മതി. മറ്റുള്ളവർ വരുമ്പോൾ അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വരണ്ടെന്നല്ല, അവരും ഇത് കണ്ടിട്ട് ആ രീതിയിലേക്ക് അവർക്ക് മാറാം. അപ്പോൾ ഞാൻ പല സമയത്തും നമ്മളിവിടെ സത്സംഗമൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോടും പറയാറുണ്ട്, ഇവിടെ വന്ന് സ്വസ്ഥമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. അപ്പോൾ ഗുരുവൊക്കെ എത്രയോ 138 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വന്ന് ആരും ഇല്ലാത്തൊരു സ്ഥലം, വഴി പോലും ഇല്ല, വെള്ളമില്ല, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ധ്യാനത്തിലേക്ക് വന്ന് അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചത്. കാരണം അത് ഈ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം, അതായത് അറിവില്ലാതെ കിടക്കുന്ന ആളുകൾ എന്നർത്ഥം. ഇന്നും ലോകത്ത് ഇഷ്ടം പോലെ അതുണ്ട്, നമ്മുടെ കേരളത്തിലും ഉണ്ട്. ഇപ്പം നമ്മൾ വിദ്യാസമ്പന്നരാണെന്ന് പറയുമ്പോഴും മാനസികമായിട്ട് നമ്മൾ അടിച്ചമർത്തപ്പെട്ടവരാണ്, അല്ലേ? നമ്മുടെ കുട്ടികളെ നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവർ നോക്കിയാൽ അറിയാം, നമുക്ക് നമ്മുടേതായിട്ടൊരു ഹെയർ സ്റ്റൈൽ പോലും ഇല്ല, ഒരു ഡ്രസ് കോഡില്ല. നമ്മൾ വേറെ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഇതൊക്കെ നമ്മുടെ ആക്കി വെച്ചിരിക്കുക, അല്ലേ? നമുക്ക് നമ്മുടേതായിട്ട് എന്ത് സ്റ്റൈലാണ് ഉള്ളത്? എന്നിട്ട് നമ്മൾ വിദ്യാസമ്പന്നരാണ്, സ്വതന്ത്രരാണ്. എന്തിൽ നിന്നാണ് സ്വതന്ത്രരായിട്ടുള്ളത്? ഗുരു പറയുന്നത് വിദ്യ കൊണ്ട് സ്വതന്ത്രരാകണമെന്നാണ്, ഈ കെട്ടുപാടുകളിൽ നിന്നല്ല, അല്ലേ? അപ്പം അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ വിദ്യ എന്ന് പറയുമ്പോൾ. എന്ത് തരത്തിലുള്ള വിദ്യയാണ്? ഇന്ന് നമ്മൾ ഒരുപാട് എല്ലാവരും സ്കൂളുകളിൽ പോയി പഠിക്കുന്നുണ്ട്, മറ്റുള്ള പഠനങ്ങൾ ഒരുപാട് നമ്മൾ നടത്തുന്നുണ്ട്. ഏത് തരത്തിലുള്ള വിദ്യയാണ് ഗുരുദേവൻ ഉദ്ദേശിച്ചത്? ഗുരു 2 വിദ്യ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഒന്ന്, നമുക്ക് ഭൗതികമായിട്ട് നമ്മുടെ ഭൗതിക സൗകര്യങ്ങൾ വേണ്ടുന്നതിന് ഉള്ള വിദ്യ. ഇപ്പം നമ്മുടെ സോക്കോൾഡ് സ്കൂൾ എഡ്യൂക്കേഷൻ, കോളേജ് എഡ്യൂക്കേഷൻ, അതുപോലെ കമ്പ്യൂട്ടർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടും. ജോലി കിട്ടിയാൽ നമുക്ക് പൈസയും കിട്ടും. അപ്പോൾ പൈസ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പലരും കല്യാണം കഴിച്ച് നല്ല പണം കൊണ്ട് വെൽ സെറ്റിൽഡ് ആകാം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ന്യൂനത നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ പഠിച്ചവൻ മാസ്റ്റർ ആയിരിക്കാം ഇത്, പക്ഷെ അവൻ ചെയ്യുന്ന ജോലി അതായിരിക്കില്ല. കാരണം അതിന് ജോലിയില്ല, അവൻ വേറെ ഏതെങ്കിലും ജോലിക്ക് പോവാം. ഇതുപോലെ പലരും, എല്ലാവരും അങ്ങനെയല്ല. അപ്പോൾ ഭൂരിഭാഗം ആളുകളൊന്നും ജോലിയില്ലാതെ പോകുന്നതിൻ്റെയും തൊഴിലില്ലായ്മ ഇത്രയും വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവൻ പഠിച്ച ഇതിന് ജോലി ഇവിടെ കിട്ടാനില്ല. അതനുസരിച്ച് അവൻ വെളിനാട്ടിൽ പോകും. അവിടെ പോയിട്ട് അവൻ ഈ ജോലി ഇല്ലെങ്കിൽ അവൻ സാധാരണ പണി ചെയ്യും, കൂലിപ്പണി ചെയ്യും. അവിടെ ആരും അറിയില്ലെന്ന് വെച്ചിട്ട് അവൻ ചെയ്യാണ്. പക്ഷെ ഇവിടെ അവൻ ഈഗോ, ഞാൻ ഇത്രയും പഠിച്ചല്ലോ, എനിക്ക് പിന്നെ ഞാൻ എങ്ങനെ മറ്റേ പണി ചെയ്യുന്നു? അപ്പോൾ ഗുരു പറയുന്നത്, ഗുരുവിൻ്റെ കൺസെപ്റ്റിൽ ഏതൊരു വിദ്യ നമ്മൾ കരസ്ഥമാക്കി കഴിയുമ്പോഴും ഏതും നമുക്ക് ചെയ്യാൻ മടിയില്ലാത്ത രീതിയിലേക്ക് നമുക്കൊരു മാനസികാവസ്ഥ ഉണ്ടാവണം. അത് വരണമെങ്കിൽ നമ്മുടെ ഈഗോ മാറണം. അപ്പോൾ അത് മാറണമെങ്കിലോ ശരിക്കും നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു വിദ്യ കൂടി പഠിക്കണം. മോറൽ വാല്യൂസ്, അല്ലേ? അപ്പം ഞാൻ ആരാണ് എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞാലാണ് എനിക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. നമുക്ക് പൊതുവേ ഞാൻ ആരാണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ സോക്കോൾഡ് ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. അതൊന്നും നമ്മളല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം, നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള വിദ്യാഭ്യാസത്തിൽ ഒരു ജോലിയും അല്ലെങ്കിൽ പണവും കിട്ടുമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് മനസ്സമാധാനം ഉണ്ടാകുന്നില്ല. ഇല്ല, ആർക്കുമില്ല. ഈ മനസ്സമാധാനം തരുന്ന വിദ്യയാണ് ശരിക്കുള്ള വിദ്യ. അത് നമ്മുടെ ആധ്യാത്മിക വിദ്യ മാത്രമാണ്. അവനവനെ കുറിച്ചുള്ള വിദ്യ. അത് വേറൊരു സ്ഥലത്ത് നിന്ന് മേടിക്കേണ്ടതല്ല, നമ്മളെക്കുറിച്ചാണ്, നമ്മുടെ ഈ ഉള്ളിലുള്ള ചൈതന്യത്തെക്കുറിച്ച്. അപ്പോൾ ഗുരു അതുകൊണ്ടാണ് പറഞ്ഞത്, അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാണ്. ഈ പറയുന്ന മറ്റൊന്നിലും നമ്മളെ കെട്ടിയിടാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് എല്ലാവരും ഉൾക്കൊള്ളാൻ പറ്റും. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും അന്ന് ഏത് ശോകം അന്ന് ഏത് മോഹം എന്ന് പറയും. ഉപനിഷത്ത് പറയുന്ന ഗുരുദേവൻ്റെ വ്യാഖ്യാനമാണത്. അപ്പം നമ്മളിൽ നിന്ന് ഇപ്പം തത്വമസി എന്ന് പറയുന്നുണ്ട്. ഈ തത്വമസി എന്ന് ഗുരു ഉപദേശിക്കുമ്പോൾ ആ ശിഷ്യൻ അത് ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണ്? അഹം ബ്രഹ്മാസ്മി എന്നാണ്. നീ ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ ഞാൻ ബ്രഹ്മമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ല നീ ഈ മന്ത്രം ചൊല്ലുക എന്നുള്ളതല്ല.
പലരും ചെയ്യുന്ന എന്താണ്? തത്വമസി പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ല, ആ ഞാൻ എന്ന് പറയുന്നത്, നീ എന്ന് പറയുന്നത് ഗുരു ഏത് ഉദ്ദേശത്തിലാണ് പറഞ്ഞത്, അതിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ ആണ്, ആ നീ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? സർവം ഖലിതം ബ്രഹ്മ എന്ന് പറയുന്നത്. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഈശാവാസ്യമിതം സർവം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് നീ എന്ന് ഗുരു ഉപദേശിക്കുമ്പോൾ ആ ശിഷ്യൻ അത് ഞാനാണെന്ന് മനസ്സിലാക്കണം. ഞാനാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴോ ഇതെല്ലാം ഞാൻ തന്നെയാണെന്ന് പറയും. അപ്പോൾ എല്ലാ ജീവികളുടെ ഉള്ളിലും കുടികൊള്ളുന്ന എന്ത് തന്നെയാണ്? ഈ ഞാൻ തന്നെയാണ്, ഈ ചൈതന്യമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ പിന്നെ ഏത് ജാതിയാണ്, ഏത് മതമാണ്, ഏത് ജെൻഡറാണ്, ആ ഭേദബുദ്ധി മാറുന്നത് ഈ ഒരു പോയിന്റിലാണ്. അത് ശുദ്ധമായിട്ടുള്ള അദ്വൈതത്തിൻ്റെ തലത്തിൽ മാത്രമേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് കുറച്ച് കടമ്പകളുണ്ട്. ഇത് നമുക്ക് പറഞ്ഞപ്പോൾ എളുപ്പമാണ് അല്ലേ? അപ്പോൾ ആ തലത്തിലേക്ക് നമ്മളെ തടസ്സപ്പെട്ട് നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാമ, ക്രോധ, ലോഭ, മോഹ, മതമാത്സര്യങ്ങളാണ്. ഷഡ്വൈരികളെന്ന് പറയും. അപ്പോൾ ശത്രു വെളിയിലല്ല, നമ്മുടെ അകത്താണ്. ഇതിനെ മാറുമ്പോഴാണ്, ഇതിനെ മാറ്റിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ തെളിച്ചമുണ്ടാകുന്നത്. ഇപ്പോൾ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠിച്ചതും അതിന് വേണ്ടിയിട്ടാണ്.